തന്നെയുണ്ട്, രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. ഷൈജു ഗ്രൂപ്പും നമ്മുടെ സുരാജ് എല്ലാവരും രസമുണ്ട്. ഫസ്റ്റില് സുരാജ് ഇല്ലായിരുന്നല്ലോ, അപ്പൊ സെക്കൻഡില് സസ്പെൻസ് അല്ലേ അത് പറയണ്ട, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ചിരിക്കാനുണ്ടായി, നല്ല കഥയുണ്ടായി, എന്റർടൈനിങ് ആണ്, സസ്പെൻസ് ആണ്. അതെ അതെ, എല്ലാവർക്കും കാണാം. മോഹിനിയാട്ടം നല്ല പടം, രസമുണ്ട്, നല്ല അടിപൊളി പടമായിരുന്നു. കുറെ ചിരിക്കാനും ഉണ്ട്, ഒരു ഡാർക്ക് ഹ്യൂമർ പടമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫസ്റ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡാണ്. അതെ അതെ, ഷൈജുവിന്റെ പെർഫോമൻസ് എല്ലാവരും സൂപ്പറാണ്. ഇതിനകത്ത് സൈജു ഗ്രൂപ്പിന്റെ 150 സിനിമയല്ലേ, അപ്പൊ ഇൻട്രോ തൊട്ട് തന്നെ രസമാണ്. മറ്റേ രജനീകാന്തിന്റെ പഴയ ഒരു ഇൻട്രോയുടെ ഒക്കെ ഒരു രസം ഭയങ്കര. പിന്നെ നമുക്ക് ഈ ആട് സീരീസ് കണ്ടിരിക്കുന്ന പോലെ ലോജിക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര രസമാണ്. അതൊരു കുറെ മണ്ടന്മാരായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഇവിടെ ഒരു ഫാമിലിയുടെ സെറ്റപ്പാണ്. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമാണ്, ഡാർക്ക് ഹ്യൂമർ ആണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. കുറെ നാളെ കൂടി ഇത്രയും ചിരിക്കുന്ന ഒരു പടം കാണുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനൊന്നും എല്ലാരും ഒരുപോലായിരുന്നു. എനിക്ക് ട്വിൻസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് സൈജു ഗ്രൂപ്പിന്റെ ബ്രദേഴ്സ് ആയിട്ട് വരുന്നവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞെട്ടിച്ചു കാണുന്നത്, കാരണം ബേബിജീനെ അധികം സിനിമയിലൊന്നും നമുക്ക് നമ്മൾ ഒരു ആക്ടർ അല്ലല്ലോ, സിംഗർ അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ആക്ടേഴ്സ് ആണ്. ബേബിജിന് മാത്രം ആക്ടർ അല്ലാണ്ട് വന്നിട്ട് നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ബേബിജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട. ബേബിജിന്റെ പെർഫോമൻസ് ആണ് കിടിലായിട്ടുണ്ട്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സൈജു ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെയും എല്ലാവരും, അതായത് ആ ഫാമിലിയിലെ മൊത്തം ആൾക്കാരും, സുരാജ് ആയിക്കോട്ടെ, സുരാജിന്റെ റോൾ എന്നൊക്കെ പറയുന്നത് പക്കാ സുരാജിന് പറ്റിയ റോളാണ്. വിനയ് ഫോർട്ടും അതായത് പടത്തിൽ ഓരോ റോൾ ചെയ്തിരിക്കുന്ന എല്ലാവരും അവരുടെ റോൾ ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട്, ഫസ്റ്റിനെക്കാട്ടി ബെറ്റർ ആണ്. ഫസ്റ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡാണ്. കുറച്ചുകൂടെ കൂടുതൽ ഹ്യൂമർ ഉണ്ട്, നമുക്ക് ലൗഡായിട്ടുള്ള ഹ്യൂമർ അല്ല, ഡാർക്ക് ഹ്യൂമർ ആണ്. അപ്പൊ നമുക്കത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ്, നമ്മൾ കുറെ ചിരിക്കും. അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനുള്ള കുറെ ഐറ്റംസ് ഉണ്ട് പടത്തിൽ. സൂപ്പർ പടമായിരുന്നു, ആദ്യത്തെ പോലെ തന്നെ നല്ല പടമായിട്ടുണ്ട്. അവിടെ ഷൈജുവും സുരാജിന്റെ ഒക്കെ എല്ലാവരും നല്ല അഭിനയമായിരുന്നു, പിന്നെ നല്ല കഥയായിരുന്നു, ചിരിക്കാനൊക്കെ കുറെ ഉണ്ടായിരുന്നു. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു, നല്ല ഇമോഷണലൊക്കെ അത്ര വലിയ അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല, കോമഡിയാണ്. പടം അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റിന്റെ അത്രയും പോലൊക്കെ പടം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല നല്ല രസമുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ കേട്ടില്ല, ചിരിക്കാനേ ഉള്ളൂ. ചിരിക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, ചിരിക്കാനും ഉണ്ട്, എന്നാൽ നല്ല രസമായിട്ട് കഥ കൊണ്ടുപോകുന്നുണ്ട്. ആർക്കും